63ാമത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം മികച്ച പ്രതിഭകളെ സമ്മാനിക്കുമെന്ന് സൂര്യ കൃഷ്ണമൂർത്തി. കലയെന്നാൽ മത്സരിച്ച് സമ്മാനം വാങ്ങിക്കേണ്ട ഒന്നല്ല, വെറുപ്പ് പടർത്തുകയും ചെയ്യരുത്. മികച്ച നാടകങ്ങൾ ഇത്തവണ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും സൂര്യ കൃഷ്ണമൂർത്തി പറഞ്ഞു. ഒരു ആമുഖത്തിന്റെ ആവശ്യമില്ല, സൂര്യ കൃഷ്ണമൂർത്തിയാണ് ഒപ്പമുള്ളത്. സർ, 63 കലോത്സവം ഇങ്ങോട്ടേക്ക് തിരുവനന്തപുരത്തേക്ക് എത്തി. എന്താണ് അങ്ങയുടെ ഒരു പ്രതീക്ഷ? എനിക്ക് പറയാനുള്ളത്, ഇത്തരമൊരു കലയുടെ മാമാങ്കം അല്ലെങ്കിൽ ഇത്തരം കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മ ലോകത്തിലൊരിടത്തും ഇല്ല എന്നുള്ളതാണ് സത്യം. ഇതിൽ പങ്കെടുക്കാനായത് തന്നെ ഭാഗ്യമാണെന്ന് ഓരോ മത്സരാർത്ഥിയോ ഇതിൻ്റെ പാർട്ടിസിപ്പൻസോ അവരെ ആദ്യം മനസ്സിലാക്കണം. ഒരിക്കലും ഇത് ഒരു വിദ്വേഷത്തിൻ്റെ അല്ലെങ്കിൽ മത്സരത്തിൻ്റെ വെറുപ്പിൻ്റെ വേദി ആക്കരുത്. ഇത് സ്നേഹത്തിൻ്റെ വേദിയാവണം, ആശ്വാസത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും വേദിയാവണം. നമ്മുടെ അമ്മ ഒരു താരാട്ട് പാടുമ്പോൾ എത്ര ദിവ്യത്വമാണോ അതിലുള്ളത്, അതുപോലെ കരുതി വേണം ഇവർ ഇത് ചെയ്യാൻ. എൻ്റെ അഭിപ്രായത്തിൽ കല എന്നത് ഒരിക്കലും മത്സരത്തിൽ കൂടി മാറ്റുരച്ച് മൂല്യം നിർണ്ണയിക്കേണ്ട ഒന്നല്ല. ഇപ്പോൾ യേശുദാസ് ഇവിടെ വന്ന് ഈ കുട്ടികളുടെ കൂടെ പാടിയാൽ ചിലപ്പം തോറ്റുപോയെന്നിരിക്കും. MS സുബ്ബലക്ഷ്മി സ്വർഗത്തിൽ നിന്ന് വന്ന് പാടിയാലും ചിലപ്പോൾ തോറ്റുപോയെന്നിരിക്കും. കല എന്നുള്ളത് ഒരിക്കലും മത്സരത്തിന് വേണ്ടിയിട്ടുള്ളതല്ല. അപ്പോൾ ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇത് ഉത്സവമാവണം, മത്സരം ആവരുത് എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. ഞാൻ അതുകൊണ്ട് തന്നെ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും വിജയികളായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഒരു കലാകാരനെ ദൈവം സൃഷ്ടിക്കുന്നത് നീ കല കൊണ്ട് ജീവിച്ചോ അല്ലെങ്കിൽ നീ കല വിറ്റ് ജീവിച്ചോ എന്ന് പറഞ്ഞിട്ടല്ല. നീ ഒരു സാന്ത്വനമാകണം, നീ പ്രത്യേക ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കുന്നവനാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നാടകങ്ങൾ ഏറെ കാത്തിരിക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് വെള്ളാറമ്മല സ്കൂളിലെ, വയനാട്ടിലെ ദുരന്തം ബാധിച്ച ആ സ്കൂളിലെ കുട്ടികൾ നാടകവുമായിട്ട് വരുന്നുണ്ട്. നാടകത്തിൽ എന്താണ് അങ്ങനെ ഒരു പ്രതീക്ഷയുള്ളത്? വളരെ തഴയപ്പെട്ട ഒരു ഇതാണ്. സംസ്ഥാന സർക്കാർ സാംസ്കാരിക വകുപ്പ് മത്സരം നടത്തി അവാർഡുകൾ കൊടുക്കുന്ന 2 വിഭാഗത്തിനാണ്. ഒന്ന് സിനിമയ്ക്ക്, ഒന്ന് നാടകത്തിന്. മത്സരം നടത്തി ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് സ്ക്രിപ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കും. സിനിമയുടെ ഈ അവാർഡ് ഫംഗ്ഷൻ നടത്താനുള്ള ആ താല്പര്യം, ആ ഉത്സാഹം നാടകത്തിൻ്റെ കാണാറില്ല. ഒരിക്കലും കണ്ടിട്ടില്ല. അത് മാത്രമല്ല, ബെസ്റ്റ് ആക്ടർ ഇൻ സിനിമ 1 ലക്ഷം രൂപയാണെങ്കിൽ നാടകത്തിന് അത് 20,000 രൂപയോ 15,000 രൂപയായിട്ട് കുറയുന്നു. സർഗസിദ്ധിയെ മാറ്റി നിർത്താൻ പാടില്ല. എന്തായാലും സൂര്യ കൃഷ്ണമൂർത്തിയാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ ആശയങ്ങളും അദ്ദേഹത്തിന്റെ പ്രതീക്ഷകളും ഒക്കെയാണ് പങ്കുവച്ചത്. രതീഷ് കട്ടേലയ്ക്കൊപ്പം ബിനിൽ ലീല സാബു, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.